ഇന്നുണ്ടായ ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നമുക്ക് കൃഷിനാശം വന്നിട്ടുണ്ട്. നമ്മുടെ വാഴകളെല്ലാം വലിയ കൊലയൊക്കെ നിലത്ത് കിടക്കുന്ന കണ്ടോ. ബാക്കി വാഴകളെയൊക്കെ ചെരിച്ച് കളഞ്ഞു. അതിശക്തമായ കാറ്റായിരുന്നു. ഇത്രയും ദിവസം ഈ വാഴകളൊക്കെ പിടിച്ചു നിന്നതായിരുന്നു. അതിന് ശേഷം നമ്മുടെ റംബൂട്ടാനൊക്കെ വല്ലാതെ പൊഴിച്ചു കളഞ്ഞു. റംബൂട്ടാൻ്റെ കായൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞതൊക്കെ നമ്മുടെ മഴയിലെ നമ്മുടെ തോട്ടത്തിൻ്റെ അവസ്ഥയാണ്. ഒക്കെ 2.5 കൊല്ലം പ്രായമായ ചെടികളായിരുന്നു. പേരയിലൊക്കെ പേരയ്ക്കൊക്കെ ഇഷ്ടം മാതിരിയുണ്ട്. പക്ഷേ മഴ എല്ലാത്തിനും ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. നല്ല പഴുത്ത പേരക്കയുണ്ട്. ഇതാ നമ്മൾ ഒരെണ്ണം പറിക്കുകയാണ്. പഴുത്ത പേരക്കയൊക്കെ ഇഷ്ടമാതിരി നിൽപ്പുണ്ട് മഴയത്ത്. പയറൊക്കെ ഉണ്ടെങ്കിലും മഴയൊക്കെ എല്ലാത്തിനും ബാധിച്ചിരിക്കുകയാണ്. ഏറ്റവും ശോചനീയമായ അവസ്ഥ നമ്മുടെ റംബൂട്ടാനിലാണ്. പഴുക്കാനായ റംബൂട്ടാനൊക്കെ നിലത്ത് വീഴ്ച്ചു. ശക്തമായ കാറ്റും മഴയാണ്. നമ്മുടെ റംബൂട്ടാൻ ചെടിയെ കാലിയാക്കി കളഞ്ഞു എന്ന് വേണേൽ പറയാം. ഇനി മുകളിലൊക്കെ കുറച്ചേ ഉള്ളൂ. 2 റംബൂട്ടാനാണുള്ളത്. നമുക്ക് പ്രകൃതി നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രകൃതി ദുരന്തത്തിൽ പെടുത്താൻ ഇതൊക്കെ നോക്കിയേ. എന്തോരം റംബൂട്ടാനാണ് നിലത്ത് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായ കാര്യമാണ്. എന്തായാലും ഒരു കൃഷിക്കാരൻ്റെ ദുഃഖങ്ങളാണ്. കനത്ത മഴയാണ്. ഇനിയും പ്രതീക്ഷിക്കാം. ഇതിലൊക്കെ കുറേ നമ്മുടെ നാരങ്ങ ബുഷ് ഓറഞ്ചായിരുന്നു. ബുഷ് ഓറഞ്ചിലൊക്കെ കണ്ടില്ല, നിലത്ത് കിടക്കുന്ന കണ്ടോ. മഴ പെയ്തിട്ടൊക്കെ ചീഞ്ഞ് നിലത്തേക്ക് പോവുകയാണ്. എന്തായാലും പിന്നെ എന്താ പറയുക, വലിയ കമുകിൻ്റെ ചൊട്ടയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ആശ്വാസം. പക്ഷേ കമുകിനും ഇത് കേടാണ്. കാര്യമായ മഴയാണെങ്കിൽ കൊലയ്ക്കൊക്കെ ചീയൽ പിടിക്കാം. എന്തായാലും നമുക്ക് റംബൂട്ടാനാണ് ഏറ്റവും നഷ്ടം വന്നിരിക്കുന്നത്. ഓക്കേ.